വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജ ഇപ്പോൾ 24-നോടൊപ്പം ചേരുന്നുണ്ട്. ടീച്ചറെ, അവസാനവട്ട ഒരുക്കങ്ങളിലാണ്, വോട്ടുറപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമങ്ങളിലാണ്. നാളെ വടകര വിധി എഴുതുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? വടകര ഉറപ്പായിട്ടും ഇടതുപക്ഷ മുന്നണിക്ക് ഗംഭീര വിജയം നൽകും. എനിക്ക് നല്ല വിജയമുണ്ടാകും. വടകരക്കാർ എന്നെ തിരഞ്ഞെടുക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ടീച്ചർ, അതായത് വടകരയിലെ ടീച്ചർ ട്രെയിൻ ഇറങ്ങിയപ്പോൾ മുതൽ ഇന്നലെ തലശ്ശേരിയിലെ കൊട്ടിക്കലാശം വരെ വലിയ ജനപ്രവാഹമായിരുന്നു ഉണ്ടായിരുന്നത്. അതൊക്കെ വോട്ടാകുമെന്നാണോ പ്രതീക്ഷ? തീർച്ചയായിട്ടും. ജനപ്രവാഹം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അനുഭാവികളും ബന്ധുക്കളും ഒക്കെ ആയിട്ടുള്ളവരിൽ ഒരു ചെറിയ ശതമാനം മാത്രമേ അവിടെ എത്തുന്നുള്ളൂ. വോട്ടർമാരാകെ അവിടെ വരുന്നില്ല. പക്ഷേ യുവാക്കളുടെ ഒരു വലിയ പ്രവാഹം ഉണ്ടായിരുന്നു. പറഞ്ഞത് ഞങ്ങളുടെ മുന്നണിയിലുള്ളവർ മാത്രമല്ല, മറ്റ് പാർട്ടിയുടെ പ്രവർത്തകരായിട്ടുള്ള ആളുകളടക്കം കുറേയേറെ വന്നിരുന്നു എന്നുള്ളതാണ്. പിന്നെ മുന്നണിയിലെ എല്ലാ പാർട്ടിയുടെ നല്ല പങ്കാളിത്തവും ഉണ്ടായിരുന്നു എന്നുള്ളതുമാണ്. ഇപ്പോൾ സ്ത്രീകളുടെ വലിയ മുന്നേറ്റം ഉണ്ടായിരുന്നു. മൊത്തത്തിൽ എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു മഹാജനപ്രവാഹം ആയിരുന്നു. അത് ഇവിടെ മാത്രമല്ല, തലശ്ശേരി മാത്രമല്ല. ഞാൻ യഥാർത്ഥത്തിൽ കൊയിലാണ്ടിയിൽ നിന്ന് തുടങ്ങിയതാണ്. ഇന്നലെ ഒരു റോഡ് ഷോ പോലെ അവിടെ നിന്ന് കൊയിലാണ്ടിയിൽ നിന്ന് ഓരോ മണ്ഡലത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രദേശത്തൂടെയും കടന്നിട്ടാണ് ഇവിടെ എത്തിയത്. വരുന്ന ഓരോ പ്രദേശങ്ങളിലും നൂറുകണക്കിന് ആളുകൾ കൂടി നിൽക്കുകയായിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, ഓരോ വീടുകളുടെ മുറ്റത്തും അതുപോലെയൊക്കെ ആയിട്ട് ആളുകൾ വന്ന് അഭിവാദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ തലശ്ശേരിയിലെത്തിയപ്പോൾ അതൊരു മഹാപ്രവാഹമായി മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഒരു വലിയ മുന്നേറ്റം കാണിക്കുന്നത് വളരെ ആവേശകരമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് ഇവിടെ വടകരയിൽ നടക്കുന്നത്. ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വളരെ മികച്ച പ്രതികരണമാണ് ഉണ്ടാകുന്നത് എന്നാണ്. എന്തൊക്കെ ഘടകങ്ങൾ വോട്ടാകുമെന്നാണ് നിലവിലെ വിലയിരുത്തൽ? അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വടകരയുടെ വികസന പ്രശ്നങ്ങളാണ്. അപ്പോൾ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ജനങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിനൊന്നും പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ ഇപ്പോൾ പല പ്രദേശത്തും ചെല്ലുമ്പോൾ പറയുന്നുണ്ട്. സ്കൂളുകൾ വളരെ മെച്ചപ്പെട്ടു, ആശുപത്രികൾ വളരെ നന്നായി, ആരോഗ്യമേഖലയിലൊക്കെയുള്ള കാര്യങ്ങൾ ജനങ്ങൾ ഇങ്ങോട്ട് എന്നോട് പറയുകയാണ്. ഇതാ ടീച്ചറുള്ളപ്പോൾ കൊണ്ടുവന്ന ആശുപത്രിയാണ്, അല്ലെങ്കിൽ ഇത് ഫാമിലി ഹെൽത്ത് സെൻ്ററായി മാറിയതാണ്, ഞങ്ങൾക്ക് വലിയ ഉപകാരമാണെന്നൊക്കെ. പക്ഷേ വടകരക്ക് കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ട കുറേ വിഷയങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ ഈ വന്യജീവി മനുഷ്യ സംഘർഷമാണ്. അത് ഒഴിവാക്കുന്നതിന്, മനുഷ്യരെ രക്ഷിക്കുന്നതിന് പുതിയ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കണം. അതിനാവശ്യമായ ഫണ്ടും അനുവദിക്കണം. ഞാൻ പാർലമെൻറ്റ് മെമ്പറായാൽ അതിനാവശ്യമായിട്ടുള്ള പദ്ധതി വിദഗ്ധരുടെ സഹായത്തോടെ തയ്യാറാക്കിക്കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൽ സമർപ്പിച്ച് അതിന് ആവശ്യമായിട്ടുള്ള പദ്ധതി അംഗീകരിച്ച് കിട്ടാൻ ശ്രമിക്കും. വന നിയമങ്ങളിൽ ചില മാറ്റം ഉണ്ടാക്കാൻ അതിനുവേണ്ടി പരിശ്രമിക്കും. തീരദേശത്ത് പോയപ്പോൾ കടലോര മേഖലയിൽ ഹാർബറിൻ്റെയൊക്കെ കുറേയും കൂടി സൗകര്യങ്ങൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. കടലോരത്തും CRZ-ഉമായൊക്കെ ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട്. നിയന്ത്രണമൊക്കെ വേണം. പക്ഷേ അവിടെ കാലാകാലമായി താമസിച്ചു വരുന്ന മനുഷ്യരുടെ ചില ആവശ്യകതകൾ അത് അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിനും കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാവണം. പിന്നെ യുവാക്കൾ വളരെ സംഘടിതരായി തന്നെ അവർ പറയുന്നത് അവരുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ഇപ്പോൾ കേരളം നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഓരോ പഞ്ചായത്തിലും ഇന്റേൺമാരെയൊക്കെ നിശ്ചയിച്ചുകൊണ്ട് വ്യവസായ വകുപ്പൊക്കെ വലിയ പിന്തുണയാണ് കൊടുക്കുന്നത്. സെൻട്രൽ ഗവൺമെൻറ് അതിനനുസരിച്ചുള്ള ഈ തൊഴിലില്ലായ്മക്ക് പരിഹാരം കാണാൻ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുണ്ടാകണം. ആരോഗ്യമേഖലയിൽ വലിയ മാറ്റം ഇനിയും ഉണ്ടാവണം. അതിന് ഇപ്പം GDP-യുടെ 1% ആരോഗ്യമേഖലയ്ക്ക് വേണ്ടി കേന്ദ്രം മാറ്റിവെക്കുന്നത്. അത് 10% വെക്കണമെന്ന് പറയുന്നത് 1% കിട്ടുന്നിടത്ത് അസാധ്യമായിരിക്കും. പക്ഷേ എന്തായാലും ഒരു 5%-നടുത്ത് തുകയെങ്കിലും ആരോഗ്യമേഖലയ്ക്ക് തരണം. എയിംസ് പോലുള്ള കാര്യങ്ങളുണ്ട്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഞാൻ ആരോഗ്യമന്ത്രിയായപ്പോൾ തന്നെ നിരവധി തവണ ചോദിച്ചു, തന്നില്ല. പാർലമെൻറ്റ് മെമ്പറായാൽ ഒന്നുകൂടി അതിനുവേണ്ടി പരിശ്രമിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഏറ്റവും വികസനം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലേറെ പ്രധാനപ്പെട്ടൊരു കാര്യം, ജനങ്ങൾ അസ്വസ്ഥരാണ്. അവർക്ക് ഇവിടെ സമാധാനമായിട്ട് ജീവിക്കാനുള്ളൊരവസരമാണ് കൊടുക്കേണ്ടത്. അതിന് ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കണം. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ ശബ്ദമായി എൻ്റെ ശബ്ദം അതിനുവേണ്ടിയാണ് ഉയരുക. ആദ്യമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ മതേതരത്വത്തിനും ജനാധിപത്യത്തിനും എതിരായിട്ട് ശക്തമായിട്ടുള്ള പ്രതികരണം ഉണ്ടാക്കണം എന്നുള്ളതാണ്. അത് ജനങ്ങളിപ്പോൾ മനസ്സിലാക്കി. കോൺഗ്രസ് ഒരിക്കലും അത് ചെയ്യില്ല. കോൺഗ്രസിൻ്റെ നയം നേരത്തെ ഉണ്ടായിരുന്ന ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധിയും ഒന്നും സ്വപ്നം കണ്ടതല്ല. അവർ വളരെയേറെ വഴിമാറിപ്പോയിരിക്കുന്നു. അതുകൊണ്ടാണ് കോൺഗ്രസിന് പാർലമെൻറ്റിൽ അപകടകരമായ നിയമങ്ങൾ പാസ്സാവുമ്പോഴും കോൺഗ്രസ് മൗനം ദീക്ഷിക്കുന്നത്. അവർ ഒരക്ഷരം അവർ സംസാരിക്കുന്നില്ല. ഇവിടെ നിന്ന് തിരഞ്ഞെടുത്തയച്ച് പോയ 18 MP-മാരും മൗനം പാലിക്കുകയാണ്. ഇപ്പോൾ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് അടക്കം വരുമ്പം അവർ മൗനികളായിരുന്നു.
എന്നാൽ ഇടതുപക്ഷം വളരെ ശക്തമായിട്ട് പ്രതികരിക്കുകയാണ്. കേരളത്തിൽ നമ്മൾ പറഞ്ഞു, മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന, മതപരമായിട്ട് വേർതിരിക്കുന്ന ഒരു നിയമവും ഇവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ വളരെ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതേതരത്വവും അപകടത്തിലാകുന്നു എന്ന് തോന്നുന്ന ജനങ്ങൾ, അത് ഏത് ജാതി മതത്തിൽപ്പെട്ടവരായാലും അവരെല്ലാം ആഗ്രഹിക്കുന്നത് ശക്തമായൊരു പ്രതികരണത്തിന് സാധ്യതയൊരുക്കാൻ ഇടതുപക്ഷത്തെ തിരഞ്ഞെടുക്കണമെന്നാണ്. അതോടൊപ്പം രാഷ്ട്രീയത്തിനൊപ്പം തന്നെ നിയമയുദ്ധം നടന്നൊരു മണ്ഡലം കൂടിയാണ്. ഈ സൈബർ ആക്രമണം ഉൾപ്പെടെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയും അത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒരു നിയമയുദ്ധത്തിലേക്ക് എത്തുന്ന ഒരു മണ്ഡലം കൂടിയായിരുന്നു വടകര. പക്ഷേ മറ്റ് മണ്ഡലങ്ങളിൽ ഇല്ലാത്ത ഒരു പ്രത്യേക ഒരു സാഹചര്യമായിരുന്നു വടകരയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ഈ അവസാന നിമിഷത്തിൽ പറയാനുള്ളത്? ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ല. എന്നെ വ്യക്തിപരമായിട്ട് അവഹേളിക്കാൻ വേണ്ടിയിട്ട് കരുതി കൂട്ടിയ ശ്രമം നടന്നു. തെളിവുകൾ സഹിതം അതിൻ്റെ നിയമ നടപടികൾ സ്വീകരിച്ചു. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മറ്റു പല രീതിയിൽ സംസാരിക്കുന്നു എന്നേ ഉള്ളൂ. ഇന്നിപ്പം ഞാൻ അവസാനത്തെ ദിവസമാണ് ജനങ്ങളുടെ മുമ്പാകെ ഉന്നയിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാന പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഭരണഘടന സംരക്ഷിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ നിയോജക മണ്ഡലത്തിൻ്റെ വികസനം, മറ്റത് നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. എന്താണെങ്കിലും അവസാനവട്ട ഒരുക്കങ്ങളിലാണ് വടകരയിലെ LDF സ്ഥാനാർത്ഥി കൂടിയായ KK ശൈലജ. ക്യാമറമാൻ മുനീഫ് തിരൂരിനൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്.